Determine the reactions at P, Q, R, and S for the system as shown in the figure. The radio of spheres 1 and 2 are respectively 40 mm and 60 mm. നമുക്ക് ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതില് പി ക്യു ആർ ആൻഡ് എസ് ഈ പൊസിഷൻസിലുള്ള റിയാക്ഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി അവരെന്ത് തന്നിട്ടുണ്ട്? റേഡിയോ ഓഫ് സ്പിയേഴ്സ് ഒരെണ്ണം 40 mm ആണെന്നും അടുത്തത് 60 mm ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ബാക്കി പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിക്കാം. അപ്പൊ ഇത് രണ്ടാമത്തെ സ്പിയർ ആണ്. ഇത് എത്രയാണ് തന്നിട്ടുണ്ട്? 60 mm തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറിന്റെ നമുക്ക് എന്തെന്ന് തന്നിട്ടുണ്ട്? ദിസ് വൺ ഈസ് 40 mm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസിൽ എ ടു ബി എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എനിക്ക്? ഇത് 90 സെന്റിമീറ്റർ ഉണ്ട്. അതിന് 40 - 60 ചെയ്യുമ്പോഴല്ലേ എ ബി കിട്ടുണ്ടാവുക. ഓക്കെ, എനിക്ക് എ ബി ഓക്കെ, എ ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 190 മൈനസ് 60 മൈനസ് 40 ചെയ്യുമ്പോഴല്ലേ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 90 mm ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എ ബി കിട്ടി. കാരണം നമുക്ക് ഇവിടെ ആംഗിൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എ ബി കണ്ടുപിടിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ആംഗിൾ എനിക്ക് കിട്ടണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബി സി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എ സി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എ സി ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്തെന്ന് എഴുതാം? എ ക്യൂ പ്ലസ് ക്യൂ സി എന്ന് എഴുതിക്കൂടെ? എ ക്യൂ എന്ന് പറയുന്നത് എന്താ? സെന്ററിൽ നിന്ന് ഈ ഒരു പോയിന്റ് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 mm തന്നെയല്ലേ? റേഡിയസ് തന്നെയല്ലേ അതും വരുന്നത്? അപ്പൊ 40 പ്ലസ് അതുപോലെ സി ക്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യൂ സി എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് സ്പിയറിന്റെ സെന്ററിൽ നിന്ന് ഈ ഒരു പോയിന്റ് അതെന്ന് വെച്ചാൽ റേഡിയസ് തന്നെയല്ലേ? അപ്പൊ 40 + 60 ഇസ് ഈക്വൽ ടു 100 mm. പിന്നെ എനിക്ക് ആ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ആംഗിൾ കണ്ടുപിടിക്കാൻ സൈൻ തീറ്റ എടുത്താൽ പോരെ? ഓക്കെ, അപ്പൊ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നിങ്ങൾക്ക് എന്ത് വരും? എ ബി ബൈ എ സി എന്നാണ് വരുന്നത്. എ ബിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി 90 ആണ്. ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തീറ്റ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? സൈൻ ഇൻവേഴ്സ് ഓഫ് 90 ബൈ 100 which is equal to 64.158 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 2 mm ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരെ ഇങ്ങനെ എഴുതുന്നത്. ക്യാൻസൽ ചെയ്ത് പൊക്കോളൂല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സ്പിയറിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കണ്ടുപിടിക്കാം. കാരണം ആംഗിൾ കിട്ടിയ കാരണം അല്ലേ? ദ ഇക്വിലിബ്രിയം ഓഫ് സ്പിയർ 2. അപ്പൊ ആ വലിയ സ്പിയറിന്റെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക. ആ സ്പിയർ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിൽ കോൺടാക്ട് ഉണ്ട്. പിന്നെ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിൽ കോൺടാക്ട് ഉണ്ട്. പിന്നെ എന്താണ്? 250 ന്യൂട്ടന്റെ വെയിറ്റ്. ഇത്രയല്ലേ ഉള്ളൂ. നമുക്കിവിടെ സ്പിയർ വരച്ചു. പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിൽ കോൺടാക്ട് വന്നു. ഇനി നിങ്ങൾക്ക് എത്ര ഉണ്ടായിരുന്നു? അതിന്റെ വെയിറ്റ് 250 ന്യൂട്ടൺ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തുണ്ട്? ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു റിയാക്ഷൻ. കാരണം മറ്റേതും ഇതും തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടുന്ന് ഒരു റിയാക്ഷൻ. ഞാൻ ഇതിനെ ആർ ക്യൂ എന്നാക്കിയിട്ട് വരച്ചു. ഓക്കെ, ആർ ക്യൂ. ഓക്കെ, ആർ ക്യൂ ആയിട്ട് ടച്ച് ചെയ്യുന്ന ആംഗിൾ തീറ്റ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടില്ലേ? ഇതാണ് നിങ്ങളുടെ തീറ്റ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, റിസോൾവ് ചെയ്യാൻ അറിയാലോ. ഒരു ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തീറ്റ വന്നു കഴിഞ്ഞാൽ തീറ്റോട് ചേർന്ന് കിടക്കുന്നത് ഏതായിരിക്കും? ആർ ക്യൂ കോസ് തീറ്റ ആയിരിക്കും അല്ലെ? ഇനി ഇപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് വരയ്ക്കാം? ആർ ക്യൂ സൈൻ തീറ്റ വരയ്ക്കും. ഇനി ഇതിന്റെ ആംഗിൾ എന്താണ്? ഇങ്ങനെയല്ലേ പോണത്? എന്താണ്? ഈ ഡയറക്ഷനാണ്. ഇതാകുമ്പോ ഇവിടെ, അതായത് ഈ ജോയിൻ ചെയ്യുന്നോടത്ത് സെയിം ഡയറക്ഷനിൽ വന്ന് മുട്ടണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, സോൾവ് ചെയ്യാന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കുള്ളത്. ഇനി ഇവിടെ എന്താണ്? ഈ ഒരു വാളിനായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ? ആർ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷൻ അവിടെ നിന്നുണ്ടാവും.
ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സം ഓഫ് എഫ് എക്സ് ഈക്വൽ ടു 0 ആണ്, അതുപോലെ സം ഓഫ് എഫ് ഐ ഈക്വൽ ടു 0 ആണ് ഇക്വിലിബ്രിയം കണ്ടീഷന്റെ. അപ്പൊ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ് വരുന്നത്? ആർ ക്യൂ ആണ്. ആർ ക്യൂ സൈൻ തീറ്റ പോസിറ്റീവ് സൈഡാണ്, അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇനി ആർ പി എന്താണ്? നെഗറ്റീവ് സൈഡിലേക്കാണ്. അപ്പൊ മൈനസ് ആർ പി ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അതായത് എനിക്ക് എന്തെന്ന് കിട്ടും? ആർ ക്യൂ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്തെന്നാണ്? ആർ പി ആണ് കിട്ടും. ഇനി സം ഓഫ് എഫ് വൈ ഇസ് ഈക്വൽ ടു 0. വൈ ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? ഒന്ന് 250 ന്യൂട്ടൺ ഉണ്ട്, അത് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. ആർ ക്യൂ കോസ് തീറ്റ ഉണ്ട്, അത് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കുക. അപ്പൊ ആർ ക്യൂ കോസ് തീറ്റ മൈനസ് 250 ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 0 എന്ന് വരും. അതായത് ആർ ക്യൂ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 250 എന്ന് കിട്ടി. അപ്പൊ നിങ്ങളുടെ കോസ് തീറ്റ പിന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പറ്റും. നമുക്ക് ആർ ക്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ക്യൂ പി ആർ എസ് അവിടെയൊക്കെ ഉള്ള റിയാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ആർ ക്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 250 ബൈ കോസ് തീറ്റ എന്ന് വരും. തീറ്റയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതല്ലേ, 64.158 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 573.53 ന്യൂട്ടൺ നിങ്ങൾക്ക് ആർ ക്യൂവിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ആർ പി കണ്ടുപിടിച്ചൂടെ? ഓക്കെ, ഇവിടെ എന്താണ്? ആർ ക്യൂ സൈൻ തീറ്റ ഈക്വൽ ടു ആർ പി ആണ്. അപ്പൊ ആർ പി ഇസ് ഈക്വൽ ടു ആർ ക്യൂ സൈൻ തീറ്റ എന്ന് വരും. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 573.53 സൈൻ 64.158 ഡിഗ്രി എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 516.183 ന്യൂട്ടൺ. ഓക്കെ, അപ്പോ സെക്കൻഡ് സ്പിയറിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ആർ പിയും ആർ ക്യൂയും കിട്ടി. ഇനി ഏത് കണ്ടുപിടിക്കാണ്ട്? ആറും എസ്സിലുള്ള റിയാക്ഷൻസ് കണ്ടുപിടിക്കാനുണ്ട്. അതിന് എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയം ഓഫ് സ്പിയർ 1 വരയ്ക്കണം. ഓക്കെ, ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്പിയറിനെ നോക്കി നോക്കുക. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ആ വോള് അല്ലെ, ആർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാവും. താഴെ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ. വെയിറ്റ് 75 ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ആ സെക്കൻഡ് സ്പിയർ ആയിട്ട് ടച്ച് ചെയ്യുന്ന അവിടെ നിന്ന് ഒരു ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് വരുന്നത് ഓക്കെ, നമ്മുടെ സ്പിയർ ഇവിടെ എസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ആർ എസ്. എസ്സിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ. ഇവിടെ ആർ ഉണ്ട്, അതുകൊണ്ട് ആർ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷൻ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തുണ്ട്? ആർ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട്. പിന്നെ സെന്ററിലേക്ക് എന്തുണ്ട്? 75 ന്യൂട്ടൺ അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കേസാണ്. ഇവിടെ തീറ്റ ആണ് ആംഗിൾ എങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയാണ്? തീറ്റ തന്നെയല്ലേ വരാൻ പോണത് അല്ലേ? സെയിം. അപ്പൊ എനിക്ക് ഇവിടെ നോക്കുക, ആ 75 ന്യൂട്ടൺ ആയിട്ട് ആർ ക്യൂവിന്റെ ആംഗിൾ എന്തെന്ന് കിട്ടുന്നുണ്ട്? തീറ്റയാന്ന് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ദിസ് വൺ ഈസ് തീറ്റ അല്ലെ. അപ്പൊ എനിക്കോ ഇത് ഇങ്ങോട്ടേക്ക് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ആർ ക്യൂ കോസ് തീറ്റ ആക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? ഇവിടെ എന്തുണ്ടാവും? ആർ ക്യൂ സൈൻ തീറ്റ ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. നമുക്ക് റിസോൾവ് ചെയ്യണം. മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഇങ്ങനെ ഒരു ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് തീറ്റ എങ്കിൽ തീറ്റോട് ചേർന്നിട്ടുള്ളത് എപ്പോഴും ആർ കോസ് തീറ്റ വരും. പിന്നെ അതിന്റെ ഈ 90 വരുന്ന സാധനം എന്താണ്? ആർ സൈൻ തീറ്റ. ഇങ്ങനെയാണ് റിസോൾവ് ചെയ്യുക എപ്പോഴും. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. തീറ്റ ചേർന്ന് കിടക്കുന്നത് ഈ ഒരു വെർട്ടിക്കൽ ആക്സിസ് ആണ്. അപ്പൊ അവിടെ എന്തായി? കോസ് തീറ്റയായി. ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് അപ്പൊ എന്ത് കൊടുക്കണം? സൈൻ തീറ്റ എന്ന് കൊടുക്കണം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സം ഓഫ് എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പൊ ഇവിടെ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് ആർ ആർ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ആർ ക്യൂ സൈൻ തീറ്റ ഉണ്ട് അല്ലെ.
അപ്പൊ ആർ പോസിറ്റീവ് സൈഡ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് എടുത്തു. ആർ ക്യൂ എവിടേക്കാണ്? നെഗറ്റീവിലേക്കാണ് വരുന്നത്. എന്തെന്നാണ്? ആർ ക്യൂ സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു എന്തെന്ന് വന്നു? ആർ ക്യൂ സൈൻ തീറ്റ എന്ന് വന്നു. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ ആണ് ഇത്. 516.183 ന്യൂട്ടൺ കിട്ടി. ഇനി സം ഓഫ് എഫ് വൈ ഇസ് ഈക്വൽ ടു 0. എഫ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, അത് പോസിറ്റീവ് ആക്കി എഴുതി. ഇനി 75ഉം അതുപോലെ തന്നെ എന്താണ് ആർ ക്യൂ പോസിറ്റീവ് ഒക്കെ താഴത്തേക്ക് ആക്ട് ചെയ്യണത്, അതുകൊണ്ട് ഞാൻ രണ്ടിനും നെഗറ്റീവ് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ആർ എസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 75 പ്ലസ് ആർ ക്യൂ കോസ് തീറ്റ എന്നാണ് കിട്ടുക. ഓക്കെ, 75 പ്ലസ് ആർ ക്യൂന്റെ വാല്യൂ എത്രയായിരുന്നു? 573.53 ആണ്. കോസ് തീറ്റയുടെ വാല്യൂ എത്രയാണ്? 64.158 ആണ്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു 324.996 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. ഓക്കെ, സിമ്പിൾ അല്ലേ ഇത് ചെയ്യാൻ?